ശ്രീ പി സി ജോർജ് ലീഗിനെ പുകഴ്ത്തിയും CPM-നെ വിമർശിച്ചും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം രംഗത്തെത്തിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി എന്നാണ് വിമർശനം. നേരത്തെ നമുക്കറിയാം, സുപ്രഭാതം പലപ്പോഴും ഇടത് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നിലപാട് കൂടുതൽ അതായത് ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് സത്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? സുപ്രഭാതം എപ്പോഴും ഇടതുപക്ഷത്തെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പത്രമാണെന്ന് നമുക്കറിയാം. സമസ്തയെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അത് അവരുടെ രാഷ്ട്രീയം. പക്ഷെ അവർ പോലും ഈ പിണറായിക്കെതിരായിട്ട് വർത്തമാനം പറയുന്നു, ഇടതുപക്ഷ ഭരണത്തിന്റെ അപകടം പറയുന്നു, SFIയുടെ ഗുണ്ടായുസം പറയുന്നു. ഇത് വലിയ സംഭവമല്ലേ? മുസ്ലിം ലീഗിനെ പോലത്തെ പറയുന്നതിന് നമ്മൾ ദുഃഖിക്കേണ്ട. മുസ്ലിം ലീഗ് ഇപ്പോ ഒരു ജനാധിപത്യ പാർട്ടി എന്നതിൽ ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ പിണറായി വിജയന്റെ ധാർഷ്ട്യ അഹങ്കാരമാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഇടതുപക്ഷത്തിന് എതിരാക്കി മാറ്റുന്ന ആർക്കും തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ആവശ്യമാണ്. പിണറായി വിജയൻ മാത്രമാണ്, പിണറായി വിജയനുള്ള പാർട്ടി ഏത് മേഖലയിൽ ചെന്നാൽ ഇവിടെ സഹകരണ ബാങ്ക് മുഴുവൻ കട്ടുമുടിച്ച് തീർത്തില്ലേ? ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ മുഴുവൻ കട്ടുമുടിക്കാൻ പ്രേരിപ്പിച്ചത് ഈ പിണറായി ഭരണമല്ലേ? ഇവിടുത്തെ ഇന്ന് സാമൂഹ്യ പെൻഷൻ ഈ മാസമായി കൊടുത്തിട്ട് പാവപ്പെട്ട കാരണവന്മാർ പട്ടിണി കിടക്കുക, റേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. എന്തിനീ ഭരണം? സ്വാഭാവിക ഭരണത്തിനെതിരായിട്ട് എനിക്ക് ഒരെണ്ണം എങ്ങനെ CPM ജയിച്ചാൽ രാധാകൃഷ്ണൻ വ്യക്തിയെപ്പറ്റി ആർക്കും പരാതി ഇല്ലാത്തതുകൊണ്ട് ജയിച്ചു പോയതാണ്. രാധാകൃഷ്ണനെ വേറെ ആരെല്ലാം അവിടെയും ജയിക്കുകയില്ല. ഈ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഒരു വിലയുണ്ട്, അതുകൊണ്ട് സംഭവിച്ചതാണ്. 20 സീറ്റ് ഇവർ പരാജയപ്പെടണമായിരുന്നു എന്റെ അഭിപ്രായം. ഞാൻ പറയുന്നേ, BJP ആദ്യം അക്കൗണ്ട് തുറന്നു, വലിയ സംഭവമാണ്. അക്കൗണ്ട് തുറന്നത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും BJPക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചു. 20% വോട്ടായി. അത് വലിയ വിജയമാണ്. ഇന്നിപ്പോ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും മുൻപന്തിയിലേക്ക് വരുന്നത് BJP ആണെന്നുള്ള വസ്തുത നിഷേധിക്കാനും കഴിയില്ല. ഏതായാലും തിരുവനന്തപുരത്തെ നമ്മുടെ പരാജയം, അതായത് ലാറ്റിൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് നമ്മുടെ മന്ത്രി ചന്ദ്രശേഖരൻ വിജയിക്കുമായിരുന്നു, ആർക്കാ സംശയം? അതുപോലെ തന്നെ ആറ്റിങ്ങൽ, അതുപോലെ തന്നെ 3 ലക്ഷത്തിൽ ചില വോട്ട് പിടിച്ച് നമ്മുടെ മന്ത്രി മുരളീധരൻ, മനസ്സിലായില്ലേ? നമ്മുടെ സഹോദരി പിടിച്ച വോട്ട് മോശമാണ്. ആലപ്പുഴ, അങ്ങനെ എല്ലാ വിധത്തിലും വലിയൊരു മുന്നേറ്റം ഉണ്ടായി. ദൈവാനുഗ്രഹം നല്ല ഭൂരിപക്ഷത്തിൽ നമ്മുടെ സുരേഷ് ഗോപി ജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കേരള വ്യാപകമായി നോക്കുമ്പോൾ എല്ലാ നിയോജക മണ്ഡലത്തിലും ആയിരക്കണക്കിന് വോട്ടുകൾ ജനങ്ങൾ BJPക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. അത് ഈ പിണറായിയുടെ ഭരണം ഇങ്ങനെ പോകാതായി. എത്രയും വേഗം പിണറായി അറസ്റ്റ് ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. അയാളുടെ കേസും തെളിയിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും സമസ്ത ഈ നിലയിലേക്ക് ചിന്തിക്കുന്നു എന്ന് കാണുന്നതിനുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുന്നു.